പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 19. സ്വർഗത്തിൽ വിജയഗീതം. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ! രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റേതാണ്. അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർണവുമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു. അവരുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. രണ്ടാമതും അവർ പറഞ്ഞു, ഹല്ലേലൂയ! അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. വിവാഹ വിരുന്ന്. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവീൻ. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ! സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടുത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽക്കൽ വീണു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിൻ്റെ ഒരു സഹദാസനാണ്, യേശുവിന് സാക്ഷ്യം നൽകുന്ന നിൻ്റെ സഹോദരിൽ ഒരുവൻ. നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. ദൈവവചനം. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ. അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്. അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളുടെ മേൽ അത് പതിക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്ര ക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്. രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. നിർണായക യുദ്ധം. സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ മഹാവിരുന്നിന് വരുവീൻ. രാജാക്കന്മാർ, സൈന്യാധിപന്മാർ, ശക്തന്മാർ എന്നിവരുടെയും കുതിരകളുടെയും അവയുടെ പുറത്തിരിക്കുന്നവരുടെയും സ്വതന്ത്രരും അടിമകളും ചെറിയവരും വലിയവരും ആയ എല്ലാവരുടെയും മാംസം ഭക്ഷിക്കുന്നതിന് ഒന്നിച്ചു കൂടുവീൻ. അപ്പോൾ അശ്വാരൂഢനോടും അവൻ്റെ സൈന്യനിരയോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. മൃഗം പിടിക്കപ്പെട്ടു. അതിനോടൊപ്പം അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കുകയും അതിൻ്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചിരുന്ന വ്യാജ പ്രവാചകനും പിടിക്കപ്പെട്ടു. ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. ശേഷിച്ചിരുന്നവർ അശ്വാരൂഢൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാളുകൊണ്ട് വധിക്കപ്പെട്ടു. പക്ഷികളെല്ലാം അവരുടെ മാംസം തിന്ന് തൃപ്തിയടഞ്ഞു. പ്രിയ ദൈവജനമേ, വെളിപാട് പുസ്തകം അധ്യായം 19 സ്വർഗത്തിലെ മഹോന്നതമായ ഒരു കാഴ്ച നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. പാപത്തിൻ്റെയും തിന്മയുടെയും അന്ത്യം കുറിക്കുന്ന ദൈവത്തിൻ്റെ അന്തിമ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനമാണിത്.
ഹല്ലേലൂയ എന്ന സ്വർഗീയ ഗീതം ഉച്ചത്തിൽ മുഴങ്ങുന്നു. സകല തിന്മയുടെയും പ്രഭവ കേന്ദ്രമായ മഹതിയായ ബാബിലോണിൻ്റെ നാശം കണ്ട് സ്വർഗവാസികൾ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഈ അധ്യായം തിന്മയുടെ താൽക്കാലികമായ ആധിപത്യത്തിന്മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ്. ഈ ലോകത്തിലെ സകല അനീതിക്കും ഒരു അന്ത്യമുണ്ടെന്നും നീതിമാന്മാരായ ദൈവമക്കൾക്ക് അവിടുത്തെ രാജ്യത്തിൽ മഹത്തായ സ്ഥാനമുണ്ടെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായത്തിലെ കാഴ്ചകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഗാഢമായ ഒരു ഉൾക്കാഴ്ച നൽകുന്നു. സ്വർഗത്തിൽ മുഴങ്ങുന്ന ഈ ആരാധന ദൈവത്തിൻ്റെ നീതി നിർവഹണത്തോടുള്ള സകല വിശുദ്ധരുടെയും പ്രതികരണമാണ്. മണവാട്ടിയുടെ ഒരുക്കത്തെക്കുറിച്ചുള്ള വിവരണം സഭയുടെ വിശുദ്ധീകരണത്തിലേക്കും നിർമ്മലതയിലേക്കും വിരൽ ചൂണ്ടുന്നു. നല്ല വസ്ത്രം ധരിക്കാൻ അവൾക്ക് അനുവാദം ലഭിക്കുന്നു. അത് വിശുദ്ധരുടെ നീതി നിർവഹണമാണ്. ഇത് കേവലം ബാഹ്യമായ അലങ്കാരമല്ല സഹോദരങ്ങളെ, മറിച്ച് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിലൂടെയും സഹനങ്ങളിലൂടെയും നേടിയെടുത്ത ആത്മീയ വിശുദ്ധിയാണ്. നമ്മുടെ ജീവിതം ഈ വിശുദ്ധിക്ക് വേണ്ടിയുള്ള നിരന്തരമായ ഒരുക്കമായിരിക്കണം. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന പ്രധാന പാഠം നമ്മുടെ ക്രിസ്തീയ വിളി വിശുദ്ധിക്കായിട്ട് ഉള്ളതാണെന്നാണ്. ബി ഹോളി ആസ് ഐ ആം. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ തിന്മയെ വെറുത്ത് നന്മയിൽ നിലനിൽക്കാനുള്ള ആഹ്വാനമാണിത്. തിന്മ നശിക്കുമെന്ന അറിവ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് പ്രത്യാശ നൽകുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി ഭയപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് അവിടുത്തെ നീതിയുടെ പൂർത്തീകരണമാണ്. അതിനാൽ പ്രിയ ദൈവജനമേ, നാം പാപത്തിൽ നിന്നും അകന്ന് ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണം. ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിനോടൊപ്പം അവിടുത്തെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നാം തയ്യാറായി യോഗ്യതയോടെ ഇരിക്കണം. ഈ വെളിപാടുകൾ ഇന്നത്തെ ലോക സാഹചര്യങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ലോകമെമ്പാടും നാം കാണുന്ന അനീതിയും അഴിമതിയും യുദ്ധങ്ങളും വെളിപാട് പുസ്തകത്തിൽ പറയുന്ന മഹതിയാം ബാബിലോണിൻ്റെ ലക്ഷണങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. തിന്മ താൽക്കാലികമായി വിജയിക്കുന്നു എന്ന് തോന്നാമെങ്കിലും അതിന്മേൽ ദൈവത്തിൻ്റെ അന്തിമ വിധി വരാനിരിക്കുന്നു എന്ന സത്യം നമുക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു. സാമ്പത്തിക അസമത്വങ്ങളും അധികാര ദുർവിനിയോഗവും പാരിസ്ഥിതിക ചൂഷണങ്ങളും എല്ലാം ഈ ലോക വ്യവസ്ഥിതിയുടെ ഭാഗങ്ങളാണ്. ഈ ലോകത്തിലെ തിന്മകൾക്കെതിരെ പോരാടാനും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും ഈ അധ്യായം നമ്മെ പ്രചോദിപ്പിക്കുന്നു. പഴയ നിയമ പ്രവചനങ്ങളുമായി ഈ അധ്യായത്തിന് അഭേദ്യമായ ബന്ധവും ഉണ്ട്. ഏശയ്യാ പ്രവാചകനും എസക്കിയേൽ പ്രവാചകനും ദാനിയേൽ പ്രവാചകനുമെല്ലാം അന്ത്യകാലത്തെക്കുറിച്ചും തിന്മയുടെ നാശത്തെക്കുറിച്ചും മിശിഹായുടെ വരവിനെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട്. ഈ വെളിപാടുകൾ ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും അവിടുന്ന് സകലത്തെയും വിധിക്കുന്നതിനെക്കുറിച്ചും മറ്റ് അപ്പസ്തോലന്മാർ എഴുതിയിട്ടുണ്ട്. ഈ അധ്യായം ആ പ്രവചനങ്ങളെ ദൃശ്യരൂപത്തിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. യേശുക്രിസ്തുവാണ് യഥാർത്ഥ മണവാളൻ. സഭ അവിടുത്തെ മണവാട്ടിയാണ്. അവിടുത്തെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ വിശുദ്ധിയോടെ അവിടുത്തെ വരവിനായി കാത്തിരിക്കണം. പ്രിയ ദൈവജനമേ, ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം സദാ ഒരുങ്ങിയിരിക്കണം. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മതിമറന്ന് ജീവിക്കാതെ നമ്മുടെ ആത്മീയ വിളിയെക്കുറിച്ച് നാം ബോധവാന്മാരാകണം, ബോധവതികളാകണം. നമ്മുടെ വിളക്ക് കത്തിച്ചു വെച്ച് അരമുറുക്കി ഉണർന്നിരിക്കണം. കാരണം മണവാളൻ എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല. അനുതാപത്തോടെയും പ്രാർത്ഥനയോടെയും വിശുദ്ധ കൂദാശകളിൽ പങ്കുചേർന്നും നാം നമ്മുടെ ഹൃദയങ്ങളെ തയ്യാറാക്കി ഒരുക്കി നിർത്തണം. കർത്താവിൻ്റെ വരവിങ്കൽ ലജ്ജിച്ചു പോകാതെ അവിടുത്തെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അവൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോടൊപ്പമുണ്ട്. വിശ്വസ്തയോടെ കാത്തിരിക്കാം. നമ്മുടെ പ്രതിഫലം വലുതാണ്. നീതിമാന്മാരുടെ പാതയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.